ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഫേസ് 12ന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ എയും ഉണ്ട് ബിയും ഉണ്ട് സിയും ഉണ്ട്. ഒരു കോണ്ടസ്റ്റ് ആണ്. 75% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, 8000 ആണ് ടോട്ടൽ പോപ്പുലേഷനിലെ 75% എന്ത് ചെയ്തു? വോട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഇൻവാലിഡ് വോട്ട് ഇല്ല, നോട്ട വോട്ട്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഈ ഒരു 75% കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്? വാലിഡ് ആയിട്ടുള്ള വോട്ട്. ദെൻ എയ്ക്കാണെങ്കിൽ 300 വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. എയ്ക്ക് 300 വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ബിക്ക് ആണെങ്കിൽ 66% ടോട്ടൽ വോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ ഹൗ മെനി വോട്ട് ബി ഗെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞാൻ ആക്ച്വലി ആദ്യം എത്ര വാലിഡ് വോട്ട് ഉണ്ടെന്ന് നോക്കുവാണ്. എത്ര വാലിഡ് വോട്ട് ഉണ്ട് എന്ന് നോക്കുവാണ്. 75% അപ്പൊ ഞാൻ അതിനെ 3/4 എന്ന് എടുക്കുന്നു. 3/4 എടുക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 300 വോട്ടാണല്ലോ നമ്മുടെ എന്തെന്ന് പറയുന്നത് എക്ക് കിട്ടിയത്. അത് ഈ ഒരു വാലിഡ് വോട്ടിന്റെ എത്ര ശതമാനമാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു വാലിഡ് വോട്ടിന്റെ എത്ര ശതമാനം ആണ് എന്ന് ഞാൻ എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് കട്ട് ചെയ്ത് പോയി 3 കട്ട് ചെയ്ത് പോയി. ദെൻ ഇവിടെ 20 വന്നു, ഇൻറ്റു 100 ഉണ്ടല്ലോ, 5%. ഓക്കെ, 5%. അപ്പോൾ ഈ വാലിഡ് വോട്ടിന്റെ 5% ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? എക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് 300. അതാണ് 300. അപ്പൊ 5%ആണ് 300. അപ്പോൾ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 60 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പെർസെൻറ്റേജ് 60 എന്ന് പറയാം. ദെൻ ബിക്ക് 66% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബിക്ക് 66% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 66% എന്ന് പറയുന്നത് 66 ഇൻറ്റു 60 അല്ലേ? സോ 39/60 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.